അർബുദം അല്ലെങ്കിൽ ക്യാൻസർ ഇന്ന് നമ്മൾ നിത്യം കേൾക്കുന്ന ഒരു വാക്കായി മാറിക്കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ഇടയിലേക്ക് വളരെയേറെ കൺസേൺ വരുന്നതും കുറേയധികം ആൾക്കാർക്ക് സംശയങ്ങളും തോന്നുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. നമുക്കെല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് ഒരു ഒരു അവരുടെ ശരീരഭാഗത്തിൽ അത്യാവശ്യം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ബോണ്ടിങ്ങും ഉള്ളൊരു അവയവമായിട്ടാണ് ബ്രസ്റ്റിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് കെയറിൽ വരുന്ന ചെറിയ അനാസ്ഥ പോലും അവരുടെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് ഉള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാം എന്നുള്ളൊരു ഓർമ്മ ഉള്ളത് എന്നും നല്ലതാണ്. പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ സിംറ്റംസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങളെ കാര്യമാക്കാതെ വിട്ട് കളയുന്നതായിരിക്കും നമ്മളെ ഈ ഒരു അസുഖത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ആദ്യ സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ബ്രസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ബ്രസ്റ്റിൽ വരുന്ന മുഴകളാണ് യൂഷ്വലി ക്യാൻസറായി മാറാൻ സാധ്യതയുള്ളത്. കറക്റ്റാണ്, ബ്രസ്റ്റിൽ വരുന്ന മുഴകൾ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കേണ്ടതാണ്. അപ്പം പലപ്പോഴും എങ്ങനെയാണ് ഈ മുഴകൾ അറിയുക എന്നുള്ളൊരു ഡൗട്ടൊക്കെ വരാറുണ്ട്. അതിന് കുറേയേറെ വീഡിയോസ് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുളിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു റേഞ്ച് ഓഫ് എക്സാമിനേഷൻസ് ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് സ്വതവേ ഫീൽ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന ചില മുഴകളോ തടിപ്പുകളോ. പലപ്പോഴും ബ്രസ്റ്റ് ഒരു ഫാറ്റ് ഗ്ലോബ്യൂൾസ് അടങ്ങിയിട്ടുള്ളൊരു ഓർഗൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ചെറിയ ചെറിയ സ്വെല്ലിങ്സ്, ഇനി അത് ക്യാൻസറസ് സ്വെല്ലിങ്സ് ആണോ, അങ്ങനത്തെ മുഴകളാണോ. അപ്പം നോട്ട് ചെയ്യേണ്ട ഒരു സാധനം, നമ്മൾ ഈ മുഴകളെ ഫീൽ ചെയ്യുമ്പോൾ അത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടൊരു ഫീൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്തരത്തിലെ മുഴകൾ വീണ്ടും മുന്നോട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് നമ്മൾ കമ്പീറ്റൻ്റ് ആയിട്ടുള്ള എക്സ്പേർട്സിനെയോ ഡോക്ടേഴ്സിനെയോ അപ്രോച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ പലപ്പോഴും വേദനയുള്ള മുഴകളോ അല്ലെങ്കിൽ അവിടുത്തെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ, ഈ മുഴകളോ തടിപ്പുകളുടെ പുറത്തുള്ള സ്കിന്ന് നോർമൽ സ്കിന്നിനെ പോലെ സ്മൂത്ത് അല്ലാതെ ഈ ഓറഞ്ച് പീൽ അപ്പിയറൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഇരിക്കുന്നത് പോലെ ഒരു ചെറിയ ചുരുക്കങ്ങളും ചുളുക്കികളും ഉള്ള രീതിയിലുള്ള അപ്പിയറൻസ് ബ്രസ്റ്റിൽ ഏതെങ്കിലും ഭാഗത്ത് വന്നാൽ അത് കോസ് ഓഫ് കൺസേൺ ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇതോടൊപ്പം തന്നെ അതേ ഭാഗത്തിൽ കക്ഷത്തിൽ വേദനയോടുകൂടിയുള്ള ചെറിയ കഴലകൾ അല്ലെങ്കിൽ ലിംഫ് നോഡ്സ് എൻലാർജ്ഡ് ആണെങ്കിൽ അതും നമ്മുടെ കോസ് ഓഫ് കൺസേൺ ആണ്. നമ്മൾ ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പം ഈ മുഴകൾ വരാൻ ചിലവർ പറയാറുണ്ട്, ഇതിങ്ങനെ മുഴയൊന്നും അല്ലായിരുന്നു, എന്തോ കുട്ടിയുടെ കൂടെ കളിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയെ എടുക്കുകയോ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ കൈ മുട്ടി, അപ്പോൾ ഒരു ചെറിയ വേദനയുണ്ടായി, ആ വേദന ഇങ്ങനെ നിന്ന് കല്ലിച്ചതാണ്. ഇങ്ങനെ കല്ലിച്ചതാണെങ്കിൽ പോലും നമ്മൾ ഉറപ്പായിട്ടും ആ വേദന അല്ലെങ്കിൽ ആ തടിപ്പ് കുറച്ചധികം നാൾ നിലനിൽക്കുകയാണെങ്കിൽ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷന് കൺസിഡർ ചെയ്യേണ്ടത് തന്നെയാണ്. അതുപോലെ നിരന്തരമായി ചെറിയ കുരുക്കളോ പരുക്കളോ ബ്രസ്റ്റിൽ വരികയോ നിപ്പിളിന് ചുറ്റും വരികയോ അവിടെ നിന്ന് ചില തരത്തിലെ ഡിസ്ചാർജ്, പാല് പോലത്തെ ഡിസ്ചാർജോ അല്ലെങ്കിൽ ബ്ലഡ് പോലത്തെ ഡിസ്ചാർജോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തരം ദുർഗന്ധമോ അല്ലെങ്കിൽ നമുക്ക് ദുർഗന്ധം അല്ലെങ്കിൽ പോലും നമുക്കൊരു ഡിസഗ്രിയബിൾ ആയിട്ടുള്ളൊരു സ്മെല്ലുള്ള ഒരു ദ്രാവകം വല്ലതും വരുവാണെങ്കിൽ അതും നമ്മൾ ഉറപ്പായിട്ടും മുന്നോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഇങ്ങനൊരു സംഭവം വന്നു, നമ്മൾ മുന്നോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറയുമ്പം എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം വരും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടറിനെയോ കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്ത് കഴിയുമ്പം ആ ഡോക്ടർ നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നിർദ്ദേശിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മുഴയല്ലായിരിക്കാം, നമുക്ക് കാണുന്ന ലക്ഷണം അല്ലായിരിക്കാം, എന്നാലും ഇത് അല്ല എന്ന് ഉറപ്പിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് പലപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം ചെയ്യേണ്ടത്, പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കൂടിക്കഴിഞ്ഞ് ചെയ്താൽ പോരെ എന്നുള്ളൊരു തോന്നലിൽ ഇത്തരത്തിലെ ഇൻവെസ്റ്റിഗേഷൻസ് മാറ്റി വെക്കാതിരിക്കുക. ആദ്യത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു ചെറിയ മാനുവറിലൂടെ, അതായത് ആ ചെറിയ മുഴയാണെങ്കിൽ ആ മുഴയും അതിൻ്റെ കൺസേൺഡ് ഗ്ലാൻസും എടുത്തു കളഞ്ഞാൽ ടോട്ടലി ഹെൽത്തിയായി ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഉള്ള ഒരു സാധ്യത തരുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്രസ്റ്റ് റിമൂവലിലൂടെ തന്നെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ഓഫ് ലൈഫ്
നോർമലായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ഒരു നമുക്കറിയാം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പോലും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാതിരിക്കുക. അത് അതിന് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ചിലപ്പം നമ്മൾ ഒരു മാമോഗ്രാം ചെയ്യും. പലപ്പോഴും പല സ്ത്രീകളും പറയാറുണ്ട് മാമോഗ്രാം ചെയ്തിരുന്നു, അന്ന് ഗ്രേഡ് 1 ഗ്രേഡ് 2 അല്ലെങ്കിൽ പൈറായ്ഡ്സ് 1 2 കാണിച്ചു, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു 2 or 3 ഇയേഴ്സിൽ ഒരു റെഗുലർ മാമോഗ്രാം ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല, വിത്ത് കൺസൾട്ടേഷൻ, ഒരു കൺസൾട്ടേഷനോടുകൂടി. അപ്പോൾ ഇത്തരത്തിലെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കഴിഞ്ഞ് ആദ്യ സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിച്ചാൽ ഒരു 100% നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫ് എത്തിക്കാൻ പറ്റുന്നൊരു ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ലക്ഷണങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത്. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് തന്നെ പോകണം.